രാഷ്ട്രീയ ഭൂപടം വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകൾ നേടി അധികാരം നിലനിർത്തുമെന്ന് ഇടതുമുന്നണി അവകാശപ്പെടുമ്പോഴും ഗ്രൗണ്ട് റിയാലിറ്റി പരിശോധിക്കുമ്പോൾ ആശങ്കയുടെ നിഴലുകൾ പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. കേവലം 35 സീറ്റുകൾക്കപ്പുറം സുരക്ഷിതമായ ഒരു അടിത്തറ നിലവിൽ കാണുന്നില്ല എന്ന തിരിച്ചറിവാണ് CPM-നെ തങ്ങളുടെ പടയൊരുക്കത്തിന്റെ ശൈലി മാറ്റാൻ പ്രേരിപ്പിക്കുന്നത്. ഈ മാറ്റത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനായ ജോൺ ബ്രിട്ടാസ് വീണ്ടും അധികാര കേന്ദ്രങ്ങളിലേക്ക് മടങ്ങിയെത്തുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഉയർന്നു വന്ന വിവിധ ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നതിൽ PR വിഭാഗത്തിന് വലിയ വീഴ്ചകൾ സംഭവിച്ചുവെന്നാണ് പാർട്ടിക്കുള്ളിലെ വിലയിരുത്തൽ. MV നികേഷ് കുമാർ മാധ്യമ ഉപദേഷ്ടാവായും PR നിയന്ത്രണ ചുമതലയിലും എത്തിയെങ്കിലും പ്രതീക്ഷിച്ച ഫലം കണ്ടില്ലെന്ന് മുഖ്യമന്ത്രി വിശ്വസിക്കുന്നുമുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ച പുനർജനി കേസും അതിന് പിന്നാലെ ഉണ്ടായ വിവാദങ്ങളും PR ടീമിന്റെ പരാജയത്തിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുമുണ്ട്. എനിക്കെതിരെ വ്യാജ വാർത്തകൾ ചമയ്ക്കാൻ വേണ്ടി മാത്രം ഒരാൾ ഇരിപ്പുണ്ട് എന്ന സതീശന്റെ ആരോപണത്തിന് മറുപടിയായി ആ വ്യക്തി താൻ തന്നെയാണെന്ന് പരോക്ഷമായി സമ്മതിക്കുന്ന തരത്തിൽ നികേഷ് കുമാർ രംഗത്ത് വന്നത് തന്ത്രപരമായ വലിയൊരു മണ്ടത്തരമായാണ് പാർട്ടി വൃത്തങ്ങൾ കാണുന്നത്. പിന്നണിയിൽ നിന്നും നീക്കങ്ങൾ നടത്തേണ്ടവർ സജീവ രാഷ്ട്രീയ ഗോതയിലേക്ക് സ്വയം ഇറങ്ങി വരുന്നത് തന്ത്രങ്ങളുടെ അജിതത്വം നഷ്ടപ്പെടുത്തുമെന്ന മുഖ്യമന്ത്രിയുടെ നിരീക്ഷണം ശരിയാണെന്ന് രാഷ്ട്രീയ കേരളം വിലയിരുത്തുന്നുമുണ്ട്. രാജ്യസഭാംഗമായി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജോൺ ബ്രിട്ടാസ് കേവലം ഒരു മാധ്യമ പ്രവർത്തകൻ എന്നതിലുപരി മികച്ചൊരു സംഘാടകനും രാഷ്ട്രീയ തന്ത്രജ്ഞനുമാണ്. പിണറായി വിജയന്റെ ഓരോ പൾസും അറിയുന്ന ബ്രിട്ടാസ് മടങ്ങി വരുന്നത് ഒരു വലിയ മാറ്റത്തിനാണ്. ഇത് വെറും ഒരു സ്ഥാനക്കയറ്റമല്ല, മറിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു സമാന്തര ഭരണ സംവിധാനം ഒരുക്കലാണ്. ബ്രിട്ടാസിന്റെ വരവിൽ ഏറ്റവും ശ്രദ്ധേയം അദ്ദേഹം ഒറ്റയ്ക്കല്ല വരുന്നത് എന്നതാണ്. വലിയൊരു PR പ്രൊഫഷണൽ സംഘവും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്ന വിദഗ്ധരും അദ്ദേഹത്തിനോടൊപ്പമുണ്ട്. ദുബായ് കേന്ദ്രീകരിച്ചുള്ള വിശകലനങ്ങളും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഡാറ്റ മൈനിങ്ങും ഉപയോഗിച്ച് കേരളത്തിലെ ഓരോ മണ്ഡലത്തെയും കീറിമുറിച്ച് പരിശോധിക്കാനാണ് ഈ സംഘം പദ്ധതിയിടുന്നത്. ഭരണം നിലനിർത്താൻ ഏതറ്റം വരെയും പോകാൻ പാർട്ടി തയ്യാറാണെന്ന സൂചനകളാണ് പുതിയ തന്ത്രങ്ങൾ നൽകുന്നത്. ഇതിനായി പ്രധാനമായും 4 തലങ്ങളിലുള്ള പ്രവർത്തനങ്ങളാണ് വിഭാവനം ചെയ്യുന്നത്. ഭൂരിപക്ഷ വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാകാതെ നോക്കാൻ ജാതി കാർഡുകൾ കൃത്യമായി ഉപയോഗിക്കുക, സമുദായ നേതാക്കളെ വിശ്വാസത്തിലെടുക്കാനും അവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന പ്രതീതി സൃഷ്ടിക്കാനും പ്രത്യേക പദ്ധതികൾ ഇടുക, പരമ്പരാഗതമായി UDF-നൊപ്പം നിന്നിരുന്ന ക്രൈസ്തവ വോട്ടുകളെ LDF-ലേക്ക് അടുപ്പിക്കാൻ സഭാ നേതൃത്വങ്ങളുമായി നേരിട്ടുള്ള സംവാദങ്ങളും ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കുക, മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും നിരന്തരം കടന്നാക്രമിക്കുന്നതിലൂടെ തങ്ങൾ മാത്രമാണ് തീവ്രവാദ വിരുദ്ധ പക്ഷത്തെന്ന് വരുത്തി തീർക്കുക. ഇത് മതേതര വോട്ടുകളെ ഒപ്പം നിർത്താൻ സഹായിക്കുമെന്നും പാർട്ടി കരുതുന്നുണ്ട്. പ്രതിപക്ഷ നിരയിലെ കരുത്തരായ നേതാക്കളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കാനും അവരുടെ പ്രതിച്ഛായ തകർക്കാനും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പരമാവധി ഉപയോഗിക്കുക. കേരളത്തിലെ രാഷ്ട്രീയ ചലനങ്ങൾ നിയന്ത്രിക്കുന്നത് കേരളത്തിന് പുറത്തുള്ള ഒരു വാർ റൂം വഴിയാണെന്ന ആരോപണം ഇതോടെ ശക്തിപ്പെടുന്നു. ദുബായിലെ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി കേരളത്തിലെ ഓരോ വീടുകളിലേക്കും എത്തുന്ന വിവരങ്ങളെ സ്വാധീനിക്കുക എന്നതാണ് ഇവരുടെ ശൈലി. കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ വൈകാരിക തലങ്ങളെ എങ്ങനെ വിപണനം ചെയ്യാമെന്നതിൽ ഈ സംഘം വലിയ ഗവേഷണം തന്നെ നടത്തുന്നുമുണ്ട്. ബ്രിട്ടാസിന്റെ മടങ്ങിവരവ് സർക്കാരിനൊരു ആശ്വാസമാകുമോ അതോ പുതിയ തലവേദനകൾ സൃഷ്ടിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. വമ്പൻ PR വർക്കുകളിലൂടെ സത്യത്തെ മറച്ചു പിടിക്കാമെന്ന് കരുതുന്നത് ജനാധിപത്യത്തിൽ എത്രത്തോളം വിജയിക്കുമെന്നത് ചോദ്യചിഹ്നമാണ്. വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിനേക്കാൾ ഉപരിയായി തന്ത്രങ്ങൾക്കും കുതന്ത്രങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ഈ രീതി പാർട്ടിക്കുള്ളിലെ പഴയ തലമുറയെയും അസ്വസ്ഥരാക്കുന്നുണ്ട്. എങ്കിലും പിണറായി വിജയൻ എന്ന നേതാവിന്റെ രാഷ്ട്രീയ അതിജീവനത്തിന് ഈ പുതിയ മാറ്റം എത്രത്തോളം ഗുണകരമാകുമെന്നത് വരാനിരിക്കുന്ന മാസങ്ങളിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ തെളിയിക്കും. നികേഷ് കുമാർ പരാജയപ്പെട്ടിടത്ത് ബ്രിട്ടാസ് വിജയിക്കുമോ അതോ PR ഏജൻസികൾക്ക് കേരളത്തിലെ സാധാരണക്കാരന്റെ മനസ്സ് മാറ്റാൻ കഴിയുമോ? പഠിച്ച് എങ്ങോട്ടാണ് കേരളം പോകുന്നതെന്ന് വരാനിരിക്കുന്ന കാലം പറയും. വമ്പൻ PR ഏജൻസികളെ ഇറക്കി അധികാരം പിടിക്കാൻ ശ്രമിക്കുന്ന ഈ രീതി കേരള രാഷ്ട്രീയത്തിലെ പുതിയൊരു പ്രവണതയാണ്. ഇത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമോ അതോ ഹൈജാക്ക് ചെയ്യുമോ എന്നത് ഗൗരവകരമായ ചർച്ചയാകേണ്ടതാണ്.